നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചകിണിത്തോരൻ. ഈ ചകിണി എന്ന് പറയുന്നത് കുട്ടികൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. ചക്കയുടെ ചുളയിൽ ഒട്ടിയിരിക്കുന്ന ഒരു നാര് പോലത്തെ ഒരു സാധനമാണ് ചകിണി എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇന്ന് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും വേസ്റ്റായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ കുടലിൽ പറ്റി പിടിക്കുന്ന മുടി ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നാണ് പഴമക്കാർ പറയുന്നത്. നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന ഒരു കഥയുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മതിയല്ല, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കാര്യം ചകിണി ആകുമ്പോൾ ഇതെല്ലാം ഉപ്പും മുളകും എല്ലാം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വെള്ളം കുറവാണ് ഇതിനകത്ത്. ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റ് നിന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചകിണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു 5 മിനിറ്റ് സമയം. ഇനിയിപ്പോൾ നമുക്കിനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു ജാറെടുത്തു. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇനിയിപ്പം അരപ്പിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഒരുപാട് ഉപ്പ് പാടില്ല, ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വെളുത്തുള്ളി ചക്കയ്ക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ചകിണി തോരനാണ്. ചകിണിയിലായാലും ചക്കച്ചുളയിലായാലും അവിയൽ നമ്മളിടൂല, തോരനൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ അരയാവുള്ളൂ. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പം നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരപ്പ് മുഴുവൻ. ഈ അരപ്പൂടെ നമ്മളിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി വയ്ക്കും. ഇതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇളക്കി യോജിപ്പിക്കണം. ഈ അരപ്പ് എങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇതെല്ലാം പിടിക്കത്തുള്ളൂ. കാര്യം ചകിണി ആകുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി നല്ലതുപോലെ ഞെരടി ഇതുമായിട്ട് യോജിപ്പിക്കണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതും അരപ്പെല്ലാം ഇതിനകത്ത് യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം 5 മിനിറ്റ്. അപ്പോഴത്തേക്കും നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ വറവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, പാൻ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തു. തീ അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം. എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഈ കടുകിലേക്ക് നമ്മൾ ഉഴുന്നും അരിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും അരിയും കടുകും ഒന്ന് പൊട്ടി വരണം. കടുകും ഉഴുന്നും അരിയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വറവിട്ട് കൊടുക്കുമ്പോഴാണ്
ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഉഴുന്നിൻ്റെയും അരിയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ചകിണിത്തോരന് ടേസ്റ്റ് കയറുന്നത്. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വേപ്പിലയാണ്. വേപ്പില നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഈ അരപ്പെല്ലാം പിടിച്ച് നല്ലതുപോലെ റെഡി ആയിരിക്കുകയാണിത്. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എല്ലാം ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലേശം വീണ്ടും നമ്മൾ കുറച്ച് സമയം തട്ടിപ്പൊത്തി ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇടുന്ന ഈ ആവിയിൽ വേകണം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഇന്ന് എടുക്കാം. സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സ്വാദിഷ്ടമായ നമ്മുടെ ചകിണിത്തോരൻ. ഇതൊരു സീസൺ കറി കൂടിയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. വളരെ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്നും ഇത് വെച്ച് നോക്കത്തില്ല. കാര്യം ഇതൊക്കെ വെച്ച് നോക്കണം. വയറിനുമൊക്കെ നല്ലതാണ്. വളരെ ടേസ്റ്റാണ്. നമ്മൾ വെക്കാത്തത് കൊണ്ടാണ് എല്ലാവരും ഈ ചക്കയൊക്കെ ഉപയോഗിക്കുന്നവർ ഈ സാധനം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അതോ മെനക്കേട് കൊണ്ടാണോന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഉപ്പ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും ഇടാനില്ല. നമ്മൾ ആദ്യം പോലെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.